ഞാൻ നീ ഇപ്പൊ പറയുന്നതാണെങ്കിൽ ഒരു പെണ്ണെ ചോദിച്ചതിനൊരു തെറ്റുണ്ട്. ഏത് മറയില്ലാത്ത മരത്തിന്റെ മറയിലാണ് നീ എവിടെ കണ്ടിട്ടുള്ളൂ? മരത്തിന്റെ മറയിൽ തെറ്റ് പുറത്ത് വന്ന റിപ്പോർട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും മുമ്പ് മരത്തിന്റെ മറയിൽ ഡ്രസ് പറഞ്ഞിട്ടില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യം എന്താണല്ലേ? ഡ്രസ് മാറാൻ സ്ഥലം കൊടുക്കുന്നതാണ് ചേച്ചി. ആണോ? അങ്ങനത്തെയാണ് വരുന്നത് വെച്ചിട്ട് അത് നടക്കുന്നത് ഉണ്ടാ. ഞാൻ നീ ഇപ്പൊ പറയുന്നതാണെങ്കിൽ ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടിയല്ല പറഞ്ഞിരിക്കണേ. അത് അത് പറയുമ്പോ അനക്കുള്ള സുഖവും അത് കേൾക്കുമ്പോൾ ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോഴും സുഖല്ലേ ഈ നോക്കണം. എല്ലാ പെൺകുട്ടിക്കും മറയുണ്ടാക്കി കൊടുക്കുമ്പോണ്ടേ ഡ്രസ് കൊടുക്കുമ്പോ എല്ലാ പെൺകുട്ടികൾക്ക് ഡ്രസ് മാറാൻ ടൈമിന് പറയാൻ ഏത് കമ്മീഷനെ കൊടുക്കും എന്താണെങ്കിലും നമുക്ക് ആൺകുട്ടീനെ താല്പര്യം പെൺകുട്ടിയാണ് എന്താണെങ്കിലും തെറ്റിന്റെ മറയുന്ന ഡ്രസ് മാറിയ കാര്യം ചോദിക്കേണ്ട കാര്യം എന്റെ അടുത്ത് അതെന്താ കാര്യം? ഈ അങ്ങനൊരു കാര്യം നടന്നു നമുക്കറിയോ? അതുകൊണ്ട് എല്ലാ വീട്ടിലും വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യണം. ഈ ഐശ്വര്യത്തിലും മാതൃഭൂമിയിലും മനോരമയിലും കാര്യം പറയാൻ പറ്റും. അത് ചെയ്യണ കാര്യം പറ്റുമോ? ഈ കണ്ടിട്ടുണ്ടോ? അവിടെ കയറിയിട്ടുണ്ടോ? സാറ്റലൈറ്റ് മീഡിയ ഏത് കാലത്ത് സാറ്റലൈറ്റ് മീഡിയ ആദ്യം വരണേ? ഏത് വർഷം സാറ്റലൈറ്റ് ആദ്യം വരണേ പറയൂ? ഏത് വർഷം വരണേ പറയൂ? സാറ്റലൈറ്റ് ചാനൽ അറിയാം. 92 രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം 91 രാജീവ് ഗാന്ധി വരികയാണ് അല്ലേ? അറിയോ? രാജീവ് ഗാന്ധി അല്ല പറയൂ പ്രധാനമന്ത്രി പോകുമ്പോ 91 അതിനുശേഷം 92, 93 ആയിട്ടാണ് ഏഷ്യാനെറ്റ് ആദ്യം വരണം. അതിൽ ദൂരദർശനം ഉണ്ടായിരുന്നു. മനസ്സിലായ ദിവസത്തിൽ അരമണിക്കൂർ മലയാള വാർത്ത കഴിയും. അതിനുശേഷം ഏഷ്യാനെറ്റ് വന്നു. ഏഷ്യാനെറ്റ് വന്നപ്പോ ആദ്യം കാണിച്ചിരുന്ന പരിപാടികൾ എന്താണെന്നറിയോ? മലയാള സിനിമ വരണം. ഒരു ദിവസം 2 നേരം കാണിക്കും. പിന്നെ മലയാള പാട്ട്, സിനിമ പാട്ട്. ഏഷ്യാനെറ്റ് ഞാൻ 80 അതാ ഞാൻ പറഞ്ഞ ഈ മീഡിയ 98 ഏഷ്യാനെറ്റ് പോലുള്ള മീഡിയ പറഞ്ഞ ഇതൊക്കെ കണ്ടന്റ് മെറ്റീരിയൽസ് കയറുന്ന ഉണ്ടാക്കണം. ആദ്യം തുടങ്ങിയപ്പോഴാണ് മലയാള സിനിമയിലെ പാട്ട് മലയാള സിനിമയും മലയാള സിനിമ അറിയോ? ഏത് വർഷം? 54 അതിന്റെ ബാലൻ സ്വാതന്ത്ര്യത്തിന് മുന്നേ ആണോ? സാറ്റലൈറ്റ് ചാനലാണോ ആദ്യം ഉണ്ടായത്? മലയാള സിനിമയാണോ ആദ്യം ഉണ്ടായത്? സിനിമയാണോ ആദ്യം ഉണ്ടായത്? അന്ന് TV പോലും ഇല്ല. നമ്മളെ പഞ്ചായത്തിലൊരെണ്ണം മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് തന്നെ ടാർഗറ്റ് ചെയ്ത് മനങ്ങളായിരിക്കും. കാരണം ഒന്നുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇരിക്കും മുമ്പ് വെട്ടണ്ട. അതില് കേടുകളോ പാടുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ്. അതിന് ടാർഗറ്റ് ചെയ്തിട്ട് കൊന്നിട്ട് ഇവരെന്ത് ചെയ്യാനാണ്? അതാണ് നടക്കുന്നത്. നമുക്ക് അവരോട് പറഞ്ഞ മനസ്സിലാകുന്നില്ല. പൊട്ടതൊന്നും ചെയ്യില്ല. വെടികളെ മണ്ടന്മാരായിരിക്കും. ചാനൽ മലയാള സിനിമ തകർക്കാൻ പോകുന്ന എനിക്ക് സംശയം. മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്നിട്ട് വരെ എന്ത് വെച്ചിട്ട് ചെയ്യും? ബാക്കി ഈ 24 മണിക്കൂർ എല്ലാവരും വാർത്ത കാണിക്കും. മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ടുള്ളൂ. 1 മണിക്കൂർ കാണിച്ചിരുന്ന വാർത്ത 24 മണിക്കൂർ എന്നിട്ട് എല്ലാവരും കാണിക്കും. എത്ര കാലം ആൾക്കാർ അങ്ങനെ പറഞ്ഞ് കുറ്റം പറയും. നമുക്ക് താഴെ പിള്ളേരൊന്നും കേട്ടിരിക്കില്ല. നമ്മളതിൽ പഠിച്ചത് കൊണ്ട് മാത്രം നോക്കി കേട്ടിരിക്കണം. അത്രയ്ക്ക് അതേക്കുറിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പോലത്തൊക്കെ സിനിമയല്ല മൊത്തം. മോഹൻലാലിനാണ് പറഞ്ഞു ഡ്രസ് മാറുണ്ട്. ചിലക്ക് ഓർമ്മ ഡ്രസ് മാറാം. ഈ ക്യാമറയും കൊണ്ട് വരില്ലേ എന്റെ അടിക്ക്. അല്ലാതെ പിന്നെ എന്താ ചെയ്യാ? പറഞ്ഞു ഡ്രസ് മാറണ്ടേ? എടോ കുളിക്കുന്നവൻ അയച്ചിട്ട് നിന്നിട്ടാ നഗ്നനായി നിന്നോണ്ടാ കുളിക്കണേ. നിങ്ങൾ വേണമെങ്കിൽ റേഷനേ ഉള്ളൂ. അത് ഒഴിഞ്ഞു നോക്കണം. അല്ല പ്രശ്നം. അയാൾ അയച്ചിട്ടൊന്ന് കുളിക്കണമെന്നാ പ്രശ്നം. ആണാ എങ്ങനെ ഇടാൻ പറ്റില്ല? എന്ത്? അതുകൊണ്ടാണ് ഇടാത്തല്ലേ? ഏത് അത്യാവശ്യം കിട്ടാനും
ആ റിപ്പോർട്ടിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ അങ്ങനെ ആയിരിക്കും എഴുതണം. അവരെ ഭാഗത്തൊക്കെ എങ്ങനെയായിരിക്കും? മലയാളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യയിലുള്ളത്. ഇവിടെ നിന്നിട്ട് ആർക്കും ഡ്രസ് മാറാൻ സ്ഥലം കൊടുക്കാത്തൊന്നുമില്ല. ഡ്രസ് മാറാൻ സ്ഥലം കൊടുക്കാത്തുണ്ടെങ്കിൽ അവിടെ കേരളം പോകാത്ത സ്ഥലമായിരിക്കും. അതിലൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും നീ കാണിക്കാ ഏടാ അത്.